السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تحلوا شعائر الله ولا الشهر الحرام. صدق الله مولانا العلي العظيم. وصم فهذا يوم عاشوراء الذي ما زال بالتقوى شذاه وفائها يوم شريف خصنا الله به يا فوز من قدم فيه صالحا. صلوا عليه وسلموا تسليما. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ പരിശുദ്ധ വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ പുണ്യഭവനത്തിൽ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തും നാം ഏവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ റബ്ബുൽ അലീമായ തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മോട് വിട പറഞ്ഞ് ഈ പള്ളിക്കു ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന, അതുപോലെ മറ്റു പല മഹല്ലുകളുടെയും ഖബർസ്ഥാനുകളിൽ അന്തിയുറങ്ങുന്ന മാതാപിതാക്കൾ, കാരണവന്മാർ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും ഖബറിനും അല്ലാഹു തആല വെളിച്ചമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്ര തിരിക്കാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായി ഭൂമിയിലേക്ക് അയച്ച മനുഷ്യർക്ക് അവരുടെ ജീവിതം വ്യവസ്ഥാപിതമാകാൻ വേണ്ടി കുറേയേറെ പ്രത്യേകമായ രീതിയിൽ മാസങ്ങളെ സംവിധാനിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചു.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ഹിജ്റ യാത്രയുമായി ബന്ധപ്പെട്ട് ഹിജ്റ വർഷം സ്ഥാപിക്കപ്പെടുകയും നമ്മൾ ഈ നിലകൊള്ളുന്ന പരിശുദ്ധമായ മുഹറം മാസം ആ ഹിജ്റ വർഷത്തെ മാസങ്ങളിലെ ഒന്നാമത് മാസമായിട്ട് അല്ലാഹു തആല സംവിധാനിക്കുകയും ചെയ്തു. ഈ മുഹറം മാസങ്ങളിൽ ഒന്നാമത്തെ മാസമാകാൻ ഒരുപാട് കാരണങ്ങൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ മാസത്തിൽ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം സന്തോഷ വാർത്തകൾ നിലകൊള്ളുന്ന ഒരു മാസമാണ് ഈ മാസം. അതിൽ തന്നെ നാം ഏറെ പവിത്രതയോടെ കാണുന്ന മുഹറം 10, ആശൂറ നോമ്പായിട്ട് കണക്കാക്കുന്ന മുഹറം 10 എന്ന ദിവസം ഒരു വിശ്വാസിയായ മനുഷ്യന്, സത്യവിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലും അള്ളാഹുവിൻ്റെ സഹായത്തിലും എനിക്ക് ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ രക്ഷിതാവ് എന്നെ രക്ഷപ്പെടുത്തും എന്ന് ഒരു വിശ്വാസിയായ മനുഷ്യന്റെ മനസ്സിൽ അടിയുറച്ച ഒരു ഉറപ്പുണ്ടാകുന്നതിന് കാരണമായ ഒരുപാട് സംഭവങ്ങൾ ഈ മാസത്തിൽ, വിശിഷ്യ മുഹറം 10 ദിവസത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നറിയിപ്പുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പല അത്ഭുതകരമായ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഇസ്ലാമിക ചരിത്രത്താളുകളിലെ പ്രത്യേകതകൾ നിലകൊള്ളുന്ന ഒരു മാസമായതുകൊണ്ടാണ് ഈ മാസത്തെ അല്ലാഹു തആല ആദ്യ മാസമായിട്ട് പരിഗണിച്ചത്. ഏറ്റവും അർഹത, മാസങ്ങളെ എണ്ണിത്തുടങ്ങുമ്പോൾ ഏറ്റവും അർഹത ഈ മാസത്തിനാണ്. ഒന്നാം സ്ഥാനത്ത് വരാൻ ഏറ്റവും അർഹത ഈ മാസത്തിനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കണമെന്ന് പറഞ്ഞ 12 മാസങ്ങളിൽ തന്നെ 4 മാസങ്ങൾക്ക് പ്രത്യേക പദവി കൊടുത്തപ്പോൾ ആ 4 മാസങ്ങളിലും ഒന്നാമതെണ്ണിയത് പരിശുദ്ധമായ മുഹറം മാസത്തെയാണ്. 12 മാസങ്ങളെ നിങ്ങൾക്ക് നാം സംവിധാനിച്ച് തന്നിട്ടുണ്ട്. അതിൽ തന്നെ 4 മാസങ്ങൾ തുടരെന്ന് വരുന്ന 3 മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതോടൊപ്പം പരിശുദ്ധമായ റജബ് മാസം. ഇങ്ങനെ 4 മാസവും നിങ്ങൾക്ക് നാം പ്രത്യേകം പവിത്രതകളാക്കി തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മാസം കൂടിയാണ് മുഹറം മാസം എന്ന് പറയുന്നത്. ഈ മുഹറം മാസം അല്ലാഹു തആല ബഹുമാനിച്ച മാസമായതുകൊണ്ട് തന്നെ അതിനെ നമ്മളും ബഹുമാനിക്കേണ്ടതുണ്ട്. കൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു തആല ബഹുമാനിക്കാൻ പറഞ്ഞ, അല്ലാഹു തആല ബഹുമാനിച്ചു കാണിച്ചു തന്ന, അല്ലാഹുവിന്റെ ബഹുമാനിക്കേണ്ട കാര്യങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അതവന്റെ ഹൃദയത്തിന്റെ തഖ്വയാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തഖ്വ ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഈ മാസത്തെ ബഹുമാനിക്കാൻ കഴിയൂ. മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ വലിയ തഖ്വയുണ്ടാകും, അവൻ വലിയ ഭയഭക്തി ഉണ്ടാകും, വലിയ ഇബാദത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. പക്ഷേ യഥാർത്ഥ തഖ്വയുള്ളവനാണോ അവൻ മുഹറം മാസത്തെ ബഹുമാനിക്കും. ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കും. അങ്ങനെ ബഹുമാനിക്കാൻ ഹൃദയത്തിൽ യഥാർത്ഥ തഖ്വയുള്ളവനെ കഴിയൂ. തീർന്നില്ല. അതുപോലെ തന്നെ ബഹുമാനം പോലെ തന്നെയാണ് ഈ മാസത്തെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ ഗൗരവമാണ് ഈ മാസത്തിൽ അല്ലാഹുവിനോട് എതിര് കാണിക്കൽ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലു ശാഇറല്ലാഹ് വലശഹറൽ ഹറാം. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനോട് ഒരു വിധേനയും എതിര് കാണിക്കാൻ പാടില്ല.
അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, അള്ളാഹുവിന്റെ അടയാളങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ അടയാളങ്ങളെ നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല. പ്രത്യേകമായിട്ടും പ്രത്യേകമായ 4 മാസങ്ങൾ, ഈ മുഹറം മാസം ഉൾപ്പെടുന്ന അള്ളാഹുവിന്റെ പവിത്രമായ 4 മാസങ്ങളിലും നിങ്ങൾ അള്ളാഹിനോട് നന്ദി കേടു കാണിക്കല്ലേ, അത് വലിയ അപരാധമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നന്മകൾ ചെയ്തുകൊണ്ട് ഈ മാസത്തെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തെറ്റുകൾ ചെയ്ത് ഈ മാസത്തോട് നന്ദി കേട് കാണിക്കാൻ പാടില്ല. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞല്ലോ, ഇതൊരു വർഷത്തിന്റെ ആരംഭമാണ്. മുഹറം മാസം വിശ്വാസിയെ സംബന്ധിച്ച് വലിയ തീരുമാനങ്ങൾ എടുക്കാനും അവന്റെ മനസ്സിനെ നന്നാക്കിയെടുക്കാനും കഴിഞ്ഞു പോയ അവന്റെ നഷ്ടങ്ങളെ നികത്തിയെടുക്കാനുമുള്ള സമയമാണ്. അങ്ങനെ വരുമ്പോ ഒരിക്കലും നമ്മളിൽ നിന്ന് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ മാസത്തോട് അനാദരവ് കാണിക്കുന്ന പ്രവൃത്തികൾ കടന്നു വരാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഈ മാസം സാധാരണ ഒരു മാസം പോലെ ഒരു മാസമല്ല, സാധാരണ പോലെ ഒരു മാസമല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിന്റെ ചരിത്ര താളുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് മനസ്സിന് സമാധാനം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരാണ്, പലതരത്തിലുള്ള വേദനകൾ നമുക്കുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്കുണ്ട്, പലതരത്തിലുള്ള ടെൻഷനുകൾ നമുക്കുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് പ്രവാചകന്മാരുടെ ടെൻഷൻ മാറ്റിയ ദിവസമാണ് മുഹറം 10. പ്രയാസം നീക്കിയ ദിവസമാണ് മുഹറം 10. രോഗങ്ങൾക്ക് ശിഫ കൊടുത്ത മാസമാണ് മുഹറം 10. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സാന്ത്വനം ലഭിക്കുന്ന, നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. പരിശുദ്ധമായ ആശൂറാന്റെ ദിവസത്തിന്റെ പ്രത്യേകതകൾ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് രക്ഷയുടെ ദിവസമാണ്. രക്ഷയുടെ ദിവസമാണ്. എവിടെ നിന്ന് ആർക്കെല്ലാം രക്ഷ ലഭിച്ചു എന്നറിയണ്ടേ? ആദ്യമായിട്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം പ്രബോധനം നടത്തി. 950 വർഷത്തോളം പ്രബോധനം നടത്തിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. നിസ്സാരമായ ആളുകൾ മാത്രമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. വേദനയോടെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് കൈകൾ നീട്ടിപ്പോയി. അള്ളാഹുവേ, ധാരാളം ക്രൂരതകൾ സഹിച്ചു, ധാരാളം പ്രയാസങ്ങൾ സഹിച്ചു, എന്നിട്ടും നിന്റെ ദീനിനെ ധിക്കരിക്കുന്നവരാണ് റബ്ബേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം അവിടെ അതാ ഒരു വലിയ പ്രളയം സംഭവിക്കുകയാണ്, ഒരു വലിയ വെള്ളപ്പൊക്കം സംഭവിക്കുകയാണ്. ആ വെള്ളപ്പൊക്കത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച അനുയായികളെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ് പരിശുദ്ധമായ ആശൂറാന്റെ മുഹറം 10 ദിവസമെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. തീർന്നില്ല, രക്ഷയുടെ ചരിത്രങ്ങൾ തീർന്നില്ല. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയാനുള്ള തീരുമാനം വരികയാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്തുകൂടി പറക്കുന്ന പക്ഷികൾ പോലും ആ തീയിന്റെ കാഠിന്യം കൊണ്ട് തീയിലേക്ക് വെന്തുരുകി വീഴുന്ന സാഹചര്യത്തിൽ ആ തീയിലേക്ക് ഇബ്രാഹിം നബി എറിയപ്പെടുമ്പോൾ
ആ തീയിലേക്ക് ഇബ്രാഹിം നബിയെ എറിയപ്പെടുമ്പോൾ അല്ലാഹു തആല ദീനോട് പറയുന്നുണ്ട്, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അഗ്നികുണ്ഡമേ, നിന്നിലേക്ക് എറിയപ്പെട്ടിരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നീ തണുപ്പും രക്ഷയുമാകണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയ സംഭവം, അതിനും സാക്ഷിയായത് മുഹറം 10 പകലാണ്. തീർന്നില്ല, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അയ്യൂബ് നബി എല്ലാ നബിമാർക്കും കൊടുത്തതുപോലെ അല്ലാഹു തആല അയ്യൂബ് നബിക്കും കൊടുത്തു പരീക്ഷണം. സ്വന്തം ഭാര്യ പോലും വെറുക്കുന്ന തരത്തിൽ ശരീരത്തിൽ നിന്നും വ്രണങ്ങൾ പൊട്ടിയൊലിച്ചുകൊണ്ട് ദുർഗന്ധം വമിക്കുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണം കൊടുത്തു. സ്വന്തം ഭാര്യ പോലും ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത ആ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിച്ചുകൊണ്ട് ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷ കൊടുത്ത ദിവസവും പരിശുദ്ധമായ മുഹറം 10 ദിവസമാണ്. പോലെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, വലിയ പാഠമുള്ള ഒരു ജീവിതമാണ് യൂനുസ് നബിയുടെ ജീവിതം. അല്ലാഹു തആല പ്രവാചക ദൗത്യം ഏൽപ്പിച്ചു, ഒരുപാട് പ്രവാചകന്മാരെ ഏൽപ്പിച്ചു. ആദ്യം പറഞ്ഞതുപോലെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് 950 വർഷം പ്രയാസം സഹിച്ചിട്ടാണ് പ്രബോധനം നടത്തിയത്. പക്ഷേ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരല്പം ഒരു അശ്രദ്ധ പറ്റിപ്പോയി. അല്ലാഹു തആല പ്രബോധനമായിട്ട് അയച്ചു, ഒരു ജനതയിലേക്ക് അയച്ചു. അവരിങ്ങനെ എതിര് കാണിക്കുന്നത് കണ്ടപ്പോ മനസ്സ് മടുത്തിട്ട് അള്ളാന്റെ തീരുമാനം വരുന്നതിന് മുമ്പ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹ് ഏൽപ്പിച്ച ആ നാടും വിട്ട് പിരിഞ്ഞുപോയി. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ കുറെ കാലമായിട്ട് ദീനീ പ്രബോധനം നടത്തിയിട്ട് ആളുകൾ എന്റെ അടുക്കിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല എന്ന പരാതിയിൽ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു അതിബുദ്ധി കാണിച്ചു. ആ നാട്ടിൽ നിന്നും അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതിന് മുമ്പ് മടങ്ങിപ്പോയി. ബാക്കി എല്ലാ പ്രവാചകരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകരും പ്രബോധന വഴിയിൽ പ്രയാസങ്ങൾ ഏറെ നേരിട്ടെങ്കിലും അള്ളാഹിന്റെ തീരുമാനം വരുന്നത് വരെ കാത്തിരുന്നു. ഹിജ്റ പോവാൻ, തിരിച്ച് യുദ്ധം ചെയ്യാൻ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കപ്പൽ നിർമ്മിക്കാൻ, അങ്ങനെ എല്ലാത്തിനും അള്ളാഹിന്റെ തീരുമാനം വന്ന ശേഷമായിരുന്നു നടന്നത്. പക്ഷേ യൂനുസ് നബി നേരത്തെ ആ നാട് വിട്ടുപോയി. അങ്ങനെ ഒരു കപ്പലിൽ സഞ്ചരിക്കവേ കപ്പൽ തകർന്ന് കടലിന്റെ അടിയിലേക്ക് പോയി ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുന്ന ചരിത്രം യൂനുസ് നബിക്കുണ്ട്. അതിനകത്തു കിടന്ന് കുറ്റബോധത്തോടെ താൻ ചെയ്തത് തെറ്റായിരുന്നു, എന്റെ റബ്ബിന്റെ തീരുമാനം വരുന്നത് വരെ ഞാൻ അവിടെ നിന്ന് ഒരാണു ചലിക്കാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ദിക്ർ ചൊല്ലി. ആ ദിക്ർ നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഏത് പ്രയാസത്തിൽ കിടക്കുന്നവനും ദിവസം ഒരു 111 പ്രാവശ്യം ആ ദിക്ർ ചൊല്ലിക്കോ, അള്ളാഹ് രക്ഷപ്പെടുത്തും. യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, റബ്ബേ ഞാൻ അക്രമം ചെയ്തു പോയി, നീ തന്നെയാണ് പരിശുദ്ധനെന്ന് തെറ്റുകൾ ഇങ്ങനെ ഏറ്റുപറഞ്ഞ് ചൊല്ലിയ ആ ദിക്റിന്റെ മഹത്വം കൊണ്ട് യൂനുസ് നബിയുടെ തൗബ സ്വീകരിച്ച് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസവും പരിശുദ്ധമായ മുഹറം 10 ആശൂറയുടെ ദിവസമാണ്. അങ്ങനെ ഒരുപാട് രക്ഷപ്പെടുത്തലുകൾ, സമാധാനം, ആശ്വാസം അല്ലാഹു തആല നൽകിയ ദിവസം. നമുക്കതിൽ പാഠമുണ്ട്. മുഹറം 10 കടന്നു വരുമ്പോ നമുക്കതിൽ പാഠമുണ്ട്. എന്ത് പ്രയാസമുണ്ടോ എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. അതിബുദ്ധിയൊന്നും കാണിക്കാതെ, അള്ളാഹിനെ കുറ്റപ്പെടുത്താതെ, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താതെ, കൂട്ടത്തിലുള്ളവരെ കുറ്റപ്പെടുത്താതെ, അള്ളാഹുവേ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രയാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് നിന്റെ വിധിയായിരിക്കാം, ഇനിയുള്ള എൻ്റെ ജീവിതം നീ നന്നാക്കി തരണമല്ല എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ദുആ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് വരാനിരിക്കുന്ന മുഹറം 10 ദിവസം. അല്ലാഹു തആല ആ ദിവസത്തിൽ
രക്ഷ നൽകിയവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നില്ല ആ ദിവസത്തിന്റെ മഹത്വങ്ങൾ അവസാനിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും മുഹറം 10 ദിവസത്തിൽ ഫസൂമൂ, ആ ദിവസത്തിൽ നിങ്ങൾ നോമ്പ് പിടിക്കണം. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും വിശാലത ചെയ്യണം. പ്രത്യേകമായി എന്തെങ്കിലും കുടുംബത്തിന് ഹലാലായ തെറ്റായ കാര്യങ്ങളല്ല, അനുവദനീയമായ കാര്യങ്ങൾ, അന്നത്തെ നോമ്പ് തുറയ്ക്ക് വേണ്ടി ഒരല്പം ഇറച്ചി വാങ്ങിക്കൊടുത്തുകൊണ്ട് ആ ദിവസം വേണമെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും സാധുക്കളായ ആളുകളെ ദിവസത്തിൽ നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലേക്കൊക്കെ വിളിച്ച് കുടുംബത്തിന് വിശാലത ചെയ്യണം. അതിലൊരു പിശുക്കും കാണിക്കേണ്ടതില്ല, വേറെ ഒന്നും ചെയ്യാനല്ല പറ. കുടുംബത്തിൽ പ്രത്യേകമായ വിശാലത, സാധുക്കളായ ആളുകൾക്കൊരു പരിഗണന മുഹറം 10 ദിവസത്തിൽ ആരെങ്കിലും കൊടുത്താൽ ആ ഒരു വർഷം മുഴുവനും വരാനിരിക്കുന്ന അടുത്ത മുഹറം 10 വരെയുള്ള സമയം അല്ലാഹു തആല അവന്റെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്ത് വിശാലത നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെ ചേർത്ത് പറയുന്നുണ്ട്. സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ 40ഓളം വർഷം ഈ കാര്യം പരീക്ഷിച്ചു നോക്കി. നബി തങ്ങൾ പറഞ്ഞ ഈ കാര്യം 40ഓളം വർഷം ഞങ്ങൾ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കി. മുഹറം 10 വരുമ്പോൾ കുടുംബത്തിന് പ്രത്യേകമായ എന്തെങ്കിലും കാര്യങ്ങൾ, ആഹാരങ്ങൾ, എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പരീക്ഷിച്ചു നോക്കിയ കാലത്തെല്ലാം, ഈ കാലങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ വർഷത്തെക്കാൾ ഏറെ കൂടുതൽ ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ വരുമാനത്തിലും ഞങ്ങളുടെ ഭക്ഷണത്തിലും അല്ലാഹു ബറക്കത്ത് നൽകിയെന്ന് മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അല്ലാഹുവിലേക്ക് അടുക്കേണ്ട മാസം, കുടുംബത്തിലേക്ക് അടുക്കേണ്ട മാസം, കുടുംബത്തിലേക്ക് അടുക്കേണ്ട ദിവസം ഇതാണ് പരിശുദ്ധമായ മുഹറം 10 ആശൂറയുടെ ദിവസം. തീർന്നില്ല, ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൻപഠിപ്പിക്കുന്നു, വമൻ തസദ്ദഖ ഫീഹി, ഈ മുഹറം 10 ദിവസത്തിൽ, ആശൂറയുടെ ദിവസത്തിൽ ആരെങ്കിലും ഒരു ദാനധർമ്മം നടത്തിയാൽ, ഒരു സ്വതക്ക നടത്തിയാൽ, കാനക സ്വതഖത്തിസ്സനാ, ഒരു വർഷം മുഴുവൻ സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലമാണ് അവൻ അല്ലാഹു നൽകുന്നതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് മുൻഗാമികൾ പാടിവെച്ചത്, ഈ ഒരു ദിവസത്തെ ബഹുമാനിച്ചവൻ വിജയിച്ചിരിക്കുന്നു. وصم فهذا يوم عاشور الذي ما زال بالتقوى سداه فائها يوم شريف خصنا الله به يا فوز من قدم فيه صالحا. ഈ മാസത്തെയും ഈ ദിവസത്തെയും ബഹുമാനിച്ചാൽ അവൻ വിജയികളുടെ ലിസ്റ്റിൽ, അല്ലാഹു തആല ആദ്യം പരിഗണിക്കുന്ന വിജയികളായ ആളുകളുടെ ലിസ്റ്റിൽ. അങ്ങനെയല്ലേ, ഒരു റിസൾട്ട് വരുമ്പോ ആദ്യത്തെ റാങ്കുകാരന് ആദ്യം കൊടുക്കും. ആ ആദ്യ റാങ്കുകാരുടെ ലിസ്റ്റിൽ ഈ മാസത്തെയും ഈ വരുന്ന മുഹറം 9, 10 ദിവസങ്ങളേക്ക് ബഹുമാനിച്ച ആളുകൾ ഉണ്ടാകും. നമുക്കതിന് കഴിയണം. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റമദാനിലെ 27-ാം രാവ്, അറഫ നോമ്പ്, മുഹറം 9, 10 ദിവസങ്ങൾ, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, മുഹറം മാസത്തിന്റെ ആശൂറയുടെ ദിവസം ഒരാൾ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. ശഫീഉനാ റസൂലുള്ളാഹി. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എത്ര തെറ്റുകളാണ് സംഭവിച്ചു പോകുന്നത്. ഇതുപോലുള്ള ദിവസങ്ങൾ വരുമ്പോൾ ഒരു വർഷത്തെ പാപം പുറത്തു വരിക, വീണ്ടും നമുക്ക് തെറ്റുകൾ വരും. നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ പകരമാകാത്ത അത്രയും തെറ്റുകൾ നമുക്ക് വരും, അല്ലേ? നന്മകൾ ചെയ്താൽ, ഒരു 100 തെറ്റ് ചെയ്താൽ നമുക്ക് 100 നന്മ ചെയ്യാനുള്ള സമയം പിന്നീട് കഴിയാതെ വരും. എത്ര ദിവസം എടുക്കും? നമ്മുടെ തെറ്റുകൾ കൊണ്ട് നഷ്ടപ്പെടുന്ന അമലുകളുടെ കണക്കെടുത്താൽ
ആ അമലുകൾ തിരിച്ചു പിടിക്കാൻ കൊല്ലങ്ങളോളം വേണ്ടി വരും. മനസ്സിലാവും? നമ്മുടെ തെറ്റുകൾ കൊണ്ട്, നമ്മുടെ നാവിന്റെ തെറ്റ്, നമ്മുടെ കൈകളുടെ തെറ്റ്, നമ്മുടെ കണ്ണിന്റെ ചെവിയുടെയൊക്കെ തെറ്റുകൾ കൊണ്ട് ചുരുങ്ങിപ്പോകുന്ന അമലുകൾ തിരിച്ചു പിടിക്കണമെങ്കിൽ വർഷങ്ങളോളം വേണ്ടി വരും. അതിന് പരിഹാരമായിട്ട് കരുണയുള്ള അള്ളാഹ്ക്ക് നമ്മളോട് കോപവും ദേഷ്യമൊന്നുമില്ല. തെറ്റ് ചെയ്താലും അള്ളാഹ്ക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ദിവസങ്ങൾ തരുന്നത്. പരിഗണിക്കാൻ വേണ്ട രീതിയിൽ പരിഗണിച്ചുകൊണ്ട് ഈ ദിവസത്തെ ബഹുമാനിക്കാൻ അള്ളാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് വരുന്ന ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് മുഹറം 9ഉം 10ഉം. ആ ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും മുഹറം 10 മാത്രമായിട്ട് ഒരാളും നോമ്പ് പിടിക്കരുത്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ ജൂത സഹോദരങ്ങൾ മുഹറം 10ന്റെ അന്ന് നോമ്പ് പിടിച്ചിരിക്കുകയാണ്. മുഹറം 10ന്റെ അന്ന് അവർ നോമ്പ് പിടിച്ചിരിക്കുകയാണ്. ചോദിച്ചു, എന്താണ് സഹോദരങ്ങളെ നിങ്ങൾ ഈ ദിവസത്തിൽ നോമ്പ് പിടിച്ചിരിക്കുന്നത്? അവിടുന്ന് അവർ പറഞ്ഞു, ഈ ദിവസത്തിലാണ് ബനൂ ഇസ്രായേലിന്റെ പ്രയാസത്തിൽ നിന്നും അല്ലാഹു തആല മൂസാ നബിയെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, മൂസാ നബിക്ക് നിങ്ങൾ ഇത്തരം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളായ ആളുകൾ. അതുകൊണ്ട് ഈ ദിവസവും ഇൻഷാ അള്ളാഹ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹറം 9 കൂടി നോമ്പ് പിടിക്കുമെന്ന് പറഞ്ഞെങ്കിലും അള്ളാഹുവിന്റെ വിധി പ്രകാരം നബി തങ്ങൾ പിറ്റേ വർഷത്തേക്ക് ജീവിച്ചിരുന്നില്ല. പക്ഷേ ആ വാക്ക് പരിഗണിച്ചുകൊണ്ട് മുസ്ലിം ലോകം മുഹറം 9ഉം 10ഉം നോമ്പ് പിടിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ 2 ദിവസവും മുഹറം 9ഉം 10ഉം നമ്മൾ നോമ്പുകാരായിരിക്കണം. നമ്മുടെ നിയ്യത്തുകൾ എന്തും പ്രവാചകന്മാരെ രക്ഷപ്പെടുത്തിയ ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഫിർഔനെ മുക്കിക്കൊന്ന ക്രൂരന്മാരായ അധികാരികളെ അല്ലാഹു തആല തളർത്തിക്കളഞ്ഞ ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളെ പ്രയോജനപ്പെടുത്തി അല്ലാഹുവിലേക്ക് അടുക്കാൻ, കുടുംബത്തിലേക്ക് അടുക്കാൻ, പാവപ്പെട്ടവരിലേക്ക് അടുക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.